ക്യാൻസർ രോഗം ഇന്ന് നാം ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു രോഗമാണ്. ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ പകുതി തീർന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളിൽ പലരും. ക്യാൻസർ രോഗം വന്നാൽ എന്താണ് ചികിത്സ? അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാനൊരു പൊതുവായിട്ടുള്ള ഒരു ഐഡിയ തരുന്നത്. ക്യാൻസർ രോഗം നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കുന്നതിൽ വരുന്ന കാലതാമസമാണ് പലപ്പോഴും ഈ രോഗത്തിനെ മാരകമാക്കുന്നത്. എന്നാൽ തുടക്കത്തിലെ കണ്ടുപിടിക്കാൻ സാധിച്ചാൽ 100% ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുന്ന ഒരു രോഗം തന്നെയാണ് ക്യാൻസർ. അത് ഒരു ലെവൽ കഴിഞ്ഞാൽ നമുക്ക്, അതായത് ചിലപ്പോൾ കണ്ടുപിടിക്കുന്നതിൽ കാലതാമസം വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രമേഹം പോലെ ഒരു ലോങ് ടേം, ഒരു ക്രോണിക് ട്രീറ്റ്മെന്റ് ആയിട്ട് മാനേജ് ചെയ്ത് സുഖമായിട്ട് കൊണ്ടുപോകാനും സാധിക്കും. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ആവശ്യമില്ലാതെ ഈ രോഗത്തെ പേടിക്കരുത്. രണ്ടാമത്, ഈ ഒരു രോഗം വരാതെ നമുക്ക് തടയാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ക്യാൻസർ രോഗം വന്നു കഴിഞ്ഞാൽ അതിന് ചികിത്സ ഏതെല്ലാം തരത്തിലാണ് എന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സാ രീതി എന്ന് പറയുന്നത് സർജറിയാണ്. സർജറി നിങ്ങൾക്കറിയാം, ഓപ്പറേഷൻ, അതായത് ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് ക്യാൻസർ വരുന്നത് ആ ഒരു ഭാഗം മുറിച്ചു കളയുക. രണ്ടാമത്തത് റേഡിയോ തെറാപ്പി, അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാം. മൂന്നാമത്തത് കീമോതെറാപ്പി. നാലാമത്തത് ഇമ്മ്യൂണോ തെറാപ്പി. ഇങ്ങനെ പ്രധാനമായും 4 ടൈപ്പ് ചികിത്സാ രീതികളാണ് ക്യാൻസറിന് ഉള്ളത്. ക്യാൻസർ രോഗം നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കണ്ടെത്തി കഴിഞ്ഞാൽ അത് ആ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ എങ്കിൽ ആ ഒരു ഭാഗം സർജറി ചെയ്ത് മാറ്റുക. അതാണ് നമ്മുടെ ശരീരത്തിൽ നിന്നും ക്യാൻസർ നീക്കം ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് വായ്ക്കുള്ളിൽ ഒരു വശത്ത് ക്യാൻസർ ഉണ്ടെന്നിരിക്കട്ടെ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വയറിനുള്ളിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ഇല്ലെങ്കിൽ കുടലിൽ ക്യാൻസർ ഉണ്ടെന്നിരിക്കട്ടെ, ഉടനെ ചെയ്യുന്നത്, അതിന് ഏറ്റവും ഫലപ്രദം ആ ഒരു ഭാഗം മുഴുവൻ മുറിച്ച് കളയുക എന്നുള്ളത് തന്നെയാണ്. മുറിച്ച് കളഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്നും ക്യാൻസർ ഉള്ള ഭാഗം നീക്കം ചെയ്തു. പിന്നെ ഇത് വരാതെ നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അനലൈസ് ചെയ്ത് അതിനെ ചികിത്സിച്ച് മാറ്റിയാൽ മതിയാകും. മേജർ ഭാഗം പോയി കഴിഞ്ഞു. അതിനാൽ ക്യാൻസർ രോഗത്തിനെ ചികിത്സിക്കുന്നതിന്റെ നമ്പർ 1 മാർഗം എന്ന് പറയുന്നത് സർജറി തന്നെയാണ്. പലപ്പോഴും പലരും ക്യാൻസർ രോഗത്തിന് സർജറി വേണ്ട എന്ന് കരുതിയിട്ട് മറ്റു പല രീതികളും അവലംബിക്കാറുണ്ട്. എന്നാൽ അത് ശരിയല്ല. തുടച്ചു നീക്കാൻ സാധിക്കുമെങ്കിൽ, അതായത് ഒരു ഭാഗത്ത് ഐസൊലേറ്റ് ചെയ്ത ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും സർജറി തന്നെയാണ് ഫസ്റ്റ് ഓപ്ഷൻ. സർജറി ചെയ്യുമ്പോൾ എപ്പോഴും അതിനു ചുറ്റും സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ കൂടി ഡോക്ടർമാർ നീക്കം ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന്, ഇപ്പോൾ നിങ്ങൾക്ക് വായ്ക്കുള്ളിൽ ഒരു 0.5 സെന്റിമീറ്റർ ക്യാൻസർ ഉണ്ട് എങ്കിൽ ഡോക്ടർമാർ ഏതാണ്ട് ഒരു 0.5 സെന്റിമീറ്റർ മാത്രമല്ല, അതിനു ചുറ്റുമുള്ള 2 സെന്റിമീറ്ററോളം ഏരിയയിലുള്ള നോർമൽ സെൽസ് കൂടി നീക്കം ചെയ്യും. കാരണം ക്യാൻസർ തടയാനുള്ള ഒരു പ്രധാന മാർഗം എന്ന രീതിയിൽ തന്നെയാണ്. ഇത് മാത്രമല്ല, ക്യാൻസർ സ്പ്രെഡ് ചെയ്യുന്നത് ലിംഫാറ്റിക് ചാനൽ വഴിക്ക്, അതായത് നമ്മുടെ ശരീരത്തിലെ ലസികാ നാളി വഴിക്കാണ് ക്യാൻസർ കൂടുതലും സ്പ്രെഡ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഏത് ഭാഗത്താണോ ക്യാൻസർ ഉള്ളത് അതിന് ചുറ്റുമുള്ള ഏതാണ്ട് ആ ഒരു ഏരിയയിലുള്ള ലിംഫ് നോഡ്സ് കൂടി ഡോക്ടർമാർ നീക്കം ചെയ്യാറുണ്ട്. ഇതാണ് ക്യാൻസറിന്റെ സർജറിയുടെ ഒരു പൊതുവായിട്ടുള്ള രൂപം. ഇനി രണ്ടാമത്തെ ചികിത്സാ രീതി എന്ന് പറയുന്നത് റേഡിയോ തെറാപ്പിയാണ്. റേഡിയോ തെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക്, ക്യാൻസർ ഉള്ള ഭാഗത്തേക്ക് ഗാമ റേഡിയേഷൻ, എക്സ്റേ, അതുപോലെ ചില ചാർജ്ഡ് പാർട്ടിക്കിൾസ്, ഇവ ഉപയോഗിച്ച് ചെയ്യുന്ന റേഡിയേഷൻ, ആ ഭാഗത്തേക്ക് ഏൽപ്പിക്കുന്ന ചെറിയ പൊള്ളലുകളാണ് നമുക്ക് റേഡിയോ തെറാപ്പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പൊള്ളലുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കിന്നിൽ കാണുന്ന ഒരു ഭാഗത്തായിരിക്കില്ല. ഏതൊക്കെ ഭാഗത്താണോ ക്യാൻസർ കോശങ്ങളുള്ളത് ആ കോശങ്ങളെ തന്നെ സ്പെസിഫൈ ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അത് 2-3 തരത്തിൽ തീരുമാനിക്കാറുണ്ട്. ഒന്ന് ക്യാൻസർ രോഗത്തിനെ പൂർണ്ണമായും മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. രണ്ടാമത്തത്, ക്യാൻസർ രോഗമുള്ള ഭാഗത്ത് അത് ഒരു മുഴയായി വളർന്ന് അത് മറ്റു ഭാഗത്തുള്ള കോശങ്ങളെ പ്രസ് ചെയ്യുന്നു, നിങ്ങൾക്ക് അമിതമായി ആ ഭാഗത്ത് വേദന വരുന്നു എന്നിങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ക്യാൻസറിന്റെ ഗ്രോത്ത് കുറയ്ക്കുന്നതിന്, അതായത് ആ ഒരു ഭാഗം ചെറുതാക്കുന്നതിനും രോഗിയുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിനും വേണ്ടിയും ഇത് ചെയ്യാറുണ്ട്, റേഡിയോ തെറാപ്പി ചെയ്യാറുണ്ട്. അത് മാത്രമല്ല, ഈ ഒരു രോഗം പൂർണ്ണമായും സർജറി കൂടാതെ കരിച്ചു കളയുന്നതിന് വേണ്ടിയിട്ടും ഇത് ചെയ്യാറുണ്ട്. ഇതിൽ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ റേഡിയോ വേവ്സിനെ ഈ ഒരു ഭാഗത്തേക്ക്, അതായത് ഇതിനുള്ളിലുള്ള കോശങ്ങളുടെ DNA ഡയറക്റ്റായി നശിപ്പിച്ച് കളയുന്നു. ഇതാണ് ചെയ്യുന്നത്. ഒന്നുകിൽ ഇതിന്റെ DNA, നമ്മുടെ ക്യാൻസർ കോശങ്ങളുടെ DNA നശിപ്പിച്ച് കളഞ്ഞാൽ അത് ക്രമേണ ചുരുങ്ങി ഒരു സെൽഫായിട്ട് ഡിസ്ട്രക്റ്റ് ആയി പോകുന്നു. ഇതാണ് റേഡിയോ തെറാപ്പിയിൽ ചെയ്യുന്ന മെക്കാനിസം. സാധാരണഗതിയിൽ പുറത്ത് ഒരു യന്ത്രം വെച്ചിട്ട്, അതായത് ഏത് ഭാഗത്താണോ ക്യാൻസർ ഉള്ളത് അത് കൃത്യമായി ഡോക്ടർമാർ ആദ്യം കണ്ടിട്ട് അതിന് എത്രത്തോളം റേഡിയേഷൻ വേണം എന്ന് പ്ലാൻ ചെയ്യുന്നു, എത്ര തവണ ചെയ്യണം എന്ന് പ്ലാൻ ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു ഏരിയ മാത്രം കൃത്യമായി ആദ്യം ചെയ്യുന്നത് ഈ ക്യാൻസർ ഉള്ള ഭാഗത്തിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് CT സ്കാൻ, MRI സ്കാൻ പോലുള്ള ടെസ്റ്റുകൾ ചെയ്തിട്ട് ഇതിനെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുന്നു. എത്ര അതിന്റെ സൈസ് ഉണ്ടെന്ന് നോക്കിയിട്ട് ആ ഒരു ഭാഗത്തേക്ക് കൃത്യമായി
അതിനെ കൃത്യമായി അടയാളപ്പെടുത്തുന്നു. പലപ്പോഴും നിങ്ങൾക്ക് അറിയാൻ പറ്റും, റേഡിയോ തെറാപ്പി ചെയ്യുന്ന പേഷ്യൻസിന്റെ ശരീരത്തിൽ, അത് തലയിലോ ശരീരത്തിലോ വരയിട്ടിരിക്കുന്ന മാർക്കിങ്ങൾ ഇട്ടിരിക്കുന്ന ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. അത് കൃത്യമായി യന്ത്രം ആ ഒരു ഏരിയയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ കോശങ്ങളെ മാത്രം കരിച്ചു കളയും. പലപ്പോഴും ഇത് മാത്രമല്ല, അതിന് ചുറ്റുമുള്ള കുറച്ച് നോർമൽ കോശങ്ങൾ കൂടി ഇതോടൊപ്പം കരിഞ്ഞു പോകാറുണ്ട്. അതുകൊണ്ട് വലിയ പ്രോബ്ലം വരാറില്ല. റേഡിയോ തെറാപ്പിക്ക് സൈഡ് എഫക്റ്റ് ഉണ്ട് എന്ന് പേടിച്ച് ഇത് ചെയ്യാൻ മടിക്കുന്നവരുണ്ട്. എന്നാൽ റേഡിയോ തെറാപ്പിക്ക് സൈഡ് എഫക്റ്റുകൾ ഉണ്ട് എന്നുള്ള സത്യം തന്നെയാണ്. അത് ഒരുപക്ഷെ ക്ഷീണമാകാം, ഇല്ലെങ്കിൽ ശരീരത്തിന്റെ നോർമൽ കോശങ്ങൾ നശിക്കുന്നത് കൊണ്ടുള്ള ചില പ്രശ്നങ്ങളാകാം. അത് പക്ഷേ ഒരു റേഡിയോ തെറാപ്പി കഴിഞ്ഞ 2 മാസം കൊണ്ട് നോർമൽ ആയിക്കോളും. ഇതാണ് റേഡിയോ തെറാപ്പിയെ കുറിച്ച് നിങ്ങൾ അറിയേണ്ടത്. ഇനി മൂന്നാമത്തെ ചികിത്സാ രീതിയാണ് കീമോതെറാപ്പി. കീമോതെറാപ്പി എന്നാൽ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു മരുന്ന്, ഒരു ഡ്രഗ് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ചികിത്സാ രീതി എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അതായത് നമ്മൾ പനിക്ക് ഒരു ഗുളിക കഴിച്ചിരുന്നാലും, നമ്മൾ എന്തെങ്കിലും ഒരു രോഗത്തിന് ഒരു കോഴ്സ് ആന്റിബയോട്ടിക് കഴിച്ചിരുന്നാലും നമുക്കതിനെ വേണമെങ്കിൽ കീമോതെറാപ്പി എന്ന് വിളിക്കാം. എന്നാൽ നമ്മളെല്ലാവരും പറഞ്ഞ് കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ അത് ക്യാൻസറിനുള്ള ചികിത്സാ രീതിയായി മാത്രം മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ലോകം മുഴുവൻ കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ആൾക്കാർ കാണുന്നത്. കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് ശക്തിയേറിയ മരുന്നുകൾ, അതായത് നമ്മുടെ ശരീരത്തിലുള്ള ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ ശക്തിയേറിയ മരുന്നുകളെ രക്തത്തിലേക്ക് കടത്തിവിടുന്നു. ഈ ഒരു രീതിക്കാണ് നമുക്ക് കീമോതെറാപ്പി ചെയ്യുന്നത്. അതായത് ഈ മരുന്നുകളുടെ ഡോസ് തീരുമാനിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്യാൻസർ ഏതൊക്കെ ഭാഗത്തുണ്ട്, ചിലവർക്ക് ഒരു ഭാഗത്ത് മാത്രമായിരിക്കില്ല. ഉദാഹരണത്തിന് ഒരാൾക്ക് ശ്വാസകോശത്തിലും കരളിലും ക്യാൻസർ ഉണ്ടെന്നിരിക്കട്ടെ, ഇല്ലെങ്കിൽ കുടലിലും കരളിലും ക്യാൻസർ ഉണ്ടെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ വായിലും തൊണ്ടയിലും ക്യാൻസർ ഉണ്ടെന്നിരിക്കട്ടെ. ഇങ്ങനെ പല ഭാഗത്തുണ്ടെങ്കിൽ പലപ്പോഴും സർജറിയോ റേഡിയോ തെറാപ്പിയോ ചെയ്യുന്നതിനെക്കാട്ടി ഒരുപക്ഷെ കീമോതെറാപ്പിയാണ് പലപ്പോഴും ഡോക്ടർമാർ നിശ്ചയിക്കുക. കാരണം അത് ശരീരത്തിലുള്ള ഓരോ കോശങ്ങളിലും രക്തം വഴിക്ക് എത്തുന്ന മരുന്നുകളാണ്. ക്യാൻസർ കോശങ്ങൾ എന്ന് പറയുന്നത് വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള കോശങ്ങളാണ്. അതായത് വളരെ പകുതി മാത്രം ജീവനുള്ള, അതായത് നമ്മുടെ സാധാരണ കോശങ്ങളുടെ അത്രയും ജീവനുള്ള കോശങ്ങൾ അല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രിൻസിപ്പിളാണ് ആക്ച്വലി കീമോതെറാപ്പിക്ക് ചെയ്യുന്നത്. കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള അൺസ്റ്റേബിൾ ആയിട്ടുള്ള എല്ലാ കോശങ്ങളെയും നശിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. അത് ക്യാൻസർ കോശങ്ങളെന്ന് മാത്രമല്ല. അതുകൊണ്ടാണ് ഒരു സാധാരണ ഒരാൾക്ക് കീമോതെറാപ്പി ചെയ്യുമ്പോൾ, കീമോതെറാപ്പി മരുന്നുകൾ എടുക്കുമ്പോൾ അവരുടെ മുടി പൊഴിയുന്നതും വായ്ക്കുള്ളിൽ പൊള്ളലുകൾ വരുന്നതും ശരീരത്തിന് പ്രോബ്ലം വരുന്നതും അവർക്ക് മറ്റു പല പ്രശ്നങ്ങൾ, വയറിന് കംപ്ലൈന്റ്, വോമിറ്റിംഗ്, ഇങ്ങനെ പല തരത്തിലുള്ള സിംറ്റം വരുന്നതിന് കാരണം ഇതാണ്. കാരണം റേഡിയോ തെറാപ്പി ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പല തരത്തിലുള്ള കോശങ്ങളുണ്ട്, ഇല്ലേ? അതായത് പൂർണ്ണമായും ആരോഗ്യമുള്ള കോശങ്ങളുണ്ട്, പകുതി മൃതപ്രായമായ കോശങ്ങളുണ്ട്. ഇങ്ങനെ നമ്മുടെ ശരീരത്തിലുള്ള പൂർണ്ണമായ കോശങ്ങൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ കോശങ്ങളെയും നശിപ്പിച്ചുകൊണ്ടാണ് റേഡിയോ തെറാപ്പി പോകുന്നത്. നമ്മുടെ മുടി എന്ന് പറയുന്നതെല്ലാം അൺസ്റ്റേബിൾ ആയിട്ടുള്ള കോശങ്ങളാണ്. അതായത് പൂർണ്ണമായും ആ ജീവനുള്ള കോശങ്ങളല്ല, അവയുടെ ഒരു ഭാഗത്ത് മാത്രമേ കൂടുതൽ ജീവൻ ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെയുള്ള കോശങ്ങൾ ശരീരത്തിലുള്ള മറ്റു കോശങ്ങൾ, അതുകൊണ്ട് തന്നെയാണ് വായ്ക്കുള്ളിലുള്ള മുറിവുകൾ, വയറിനുള്ളിൽ അൾസറും എല്ലാം തന്നെ കീമോതെറാപ്പി ചെയ്യുമ്പോൾ വരുന്നത്. എന്നാൽ കീമോതെറാപ്പി മരുന്നുകൾ ചെയ്യുമ്പോൾ ശരീരത്തിലുള്ള ക്യാൻസർ കോശങ്ങൾ, അതായത് ഒരു കോശം ഉണ്ടെങ്കിൽ പോലും പൂർണ്ണമായും നശിച്ചു പോകും. ഇതിന്റെ സൈഡ് എഫക്റ്റുകൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ക്ഷീണം വരാം, ഇല്ലെങ്കിൽ ഇന്റേണൽ ഓർഗൻസിന് പ്രോബ്ലം വരാം, ചിലർക്ക് ഡയബറ്റീസ് ഡെവലപ്പ് ചെയ്യാറുണ്ട്, അൾസർ വരാറുണ്ട്. ഇങ്ങനെ ഓരോ തരത്തിൽ അവരുടെ ഏതൊക്കെ ശരീരഭാഗങ്ങളാണോ വീക്ക് ആ ഒരു ഭാഗങ്ങളിലെല്ലാം ഇതിന്റെ ലക്ഷണങ്ങൾ കാണിക്കും. പക്ഷേ രോഗിയുടെ ഒരു ചികിത്സ, ക്യാൻസറിന്റെ ചികിത്സ കഴിഞ്ഞ്, അതായത് ക്യാൻസർ രോഗം പൂർണ്ണമായും മാറിക്കഴിഞ്ഞ് ഒരു 3 മാസം ആയുമ്പോഴായിരിക്കും രോഗിയുടെ പഴയ രോഗാവസ്ഥയിലേക്ക് തിരിച്ചു വരും. അവരുടെ മുടിയെല്ലാം തിരിച്ച് പഴയ പോലെ വളർന്നു വരും, ആരോഗ്യം തിരിച്ച് വീണ്ടെടുക്കും. ഇതാണ് സാധാരണഗതിയിൽ ചെയ്യുന്ന 3 ചികിത്സാ രീതി. ഇത് മാത്രമല്ല, ഈ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ഒരു 4ാമത്തെ ചികിത്സാ രീതി കൂടി ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. അതായത് രോഗിയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് ക്യാൻസർ രോഗത്തെ പുറന്തള്ളുക എന്ന ചികിത്സാ രീതിയുണ്ട്. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ശരീരത്തിൽ നമ്മുടെ പ്രതിരോധ കോശങ്ങളുടെ കഴിവ് കുറയുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ക്യാൻസർ രോഗം വളർന്നു തുടങ്ങുന്നത്. എല്ലാവരുടെ ശരീരത്തിലും ക്യാൻസർ കോശങ്ങളുണ്ട്, എന്നാൽ നമ്മുടെ പ്രതിരോധ കോശങ്ങൾ ഇവയെ വളരാതെ അപ്പോൾ തന്നെ നശിപ്പിച്ചു കളയും. എന്നാൽ പ്രതിരോധ കോശങ്ങൾ എപ്പോഴാണ് തളരുന്നത്? ക്യാൻസർ കോശങ്ങൾ വളരാൻ തുടങ്ങും. അതുകൊണ്ട് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ക്യാൻസർ കോശങ്ങളെ കൃത്യമായി കണ്ടെത്തി നശിപ്പിക്കാനുള്ള ശേഷി
നമ്മുടെ ശരീരത്തിലുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഡെവലപ്പ് ചെയ്ത് കൊടുക്കും. അതിനു വേണ്ടിയിട്ട് ചില പ്രോട്ടീൻസ് നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടുന്ന ഒരു ചികിത്സാ രീതിയുണ്ട്. അത് ഇന്ത്യയിലൊന്നും അത്ര കോമൺ ആയിട്ടില്ല, അമേരിക്കയിലെല്ലാം വളരെ അധികം പ്രചാരത്തിൽ വന്നിട്ടുണ്ട്. ഹോമിയോപ്പതി ചികിത്സയിലും ക്യാൻസറിന് വളരെ ഫലപ്രദമായ മരുന്നുകളുണ്ട്. ഇമ്മ്യൂണോതെറാപ്പി മെത്തേഡിൽ തന്നെയാണ് ഹോമിയോപ്പതിയും വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിന് തന്നെ പ്രാപ്തമാക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് രണ്ട് ഗുണമുണ്ട്. ഹോമിയോപ്പതിക് മെഡിസിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കീമോതെറാപ്പിയോ റേഡിയോതെറാപ്പിയോ കഴിഞ്ഞിട്ടാണെങ്കിലും അവർക്ക് വീണ്ടും ക്യാൻസർ രോഗം വരുന്നതിനെ പൂർണ്ണമായും തടയാൻ സാധിക്കും. അതുമാത്രമല്ല, നിങ്ങൾക്ക് റേഡിയോതെറാപ്പിയോ കീമോതെറാപ്പിയോ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റുകളെ ഇല്ലാതാക്കാനും ഹോമിയോപ്പതി മെഡിസിൻസിന് കഴിയും. എന്നാൽ ഇമ്മ്യൂണോതെറാപ്പിക്ക് ചില പ്രോബ്ലംസ് ഉണ്ട്. കാരണം ഇത് നമ്മുടെ ക്യാൻസർ കോശങ്ങളുടെ ചില പ്രത്യേകത, അതിന് ഇമ്മ്യൂൺ കോശങ്ങൾ കാണാതെ ഒളിച്ചിരിക്കാനുള്ള ശേഷിയുണ്ട്. ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന കോശങ്ങൾ ഒരുപക്ഷെ ക്യാൻസറിൽ നിന്നും ഇവ നശിപ്പിക്കപ്പെടാറില്ല. അതുകൊണ്ട് അവ ഒരുപക്ഷെ പിന്നെയും വളർന്നു വന്നു എന്ന് വരാം. അതിനാൽ എപ്പോഴും ക്യാൻസർ രോഗത്തിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ചികിത്സാ രീതി സർജറിയും കീമോതെറാപ്പിയും റേഡിയോതെറാപ്പിയും തന്നെയാണ്.